പ്രായമായ അമ്മച്ചിമാരൊക്കെ പരസ്യയോഗത്തിന് പോകും. ചട്ടയും മുണ്ടും എടുത്ത ഒരു അമ്മച്ചിയും കൂടെ വന്നു പരസ്യയോഗത്തിന് വന്നപ്പോൾ നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് ഒരു ആനയെ ഇളക്കി വിട്ടു. ആനയെ കൊണ്ട് നടക്കുക ഈ പരസ്യയോഗത്തിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ ഉപദേശി ഇങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുക, പരസ്യയോഗം നടക്കുകയല്ലോ. അപ്പോൾ അമ്മച്ചി ചോദിച്ചു, എന്തിനാ ഈ ആന ഇതിലെ കൊണ്ട് നടക്കുന്നത്? വെറുതെ ഒരു രസം, ഇത് യോഗം നടക്കാതിരിക്കാൻ. അമ്മച്ചി പറഞ്ഞ് ആനയെ പിടിച്ചോണ്ട് പോകും, കൊണ്ടുപോകണില്ല. അമ്മച്ചി പറഞ്ഞു അവിടെ ഇരിക്കാനേന്ന് പറഞ്ഞു, അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. ആന അവിടെ ഇരുന്നു. പേടിയാന്നോ? ആന ഇരുത്താൻ പേടിയാന്നോ? നമ്മൾ പൂച്ചയെ ഇരുത്തുകയല്ല, അതുകൊണ്ടാണ് നമ്മുടെ ഒരു വിഷമം. ആനയോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഉപദേശിയോട് പറഞ്ഞു പരസ്യയോഗം നടത്താൻ പറഞ്ഞു. പരസ്യയോഗം എല്ലാം കഴിഞ്ഞപ്പം ഉപദേശിയുടെ വീട്ടിലും പോയി, അമ്മച്ചിയുടെ വീട്ടിലും പോയി. ആന എഴുന്നേൽക്കുന്നില്ല. ആനയുടെ പാപ്പാനും കൂടെയുള്ളവരും കൂടെ അമ്മച്ചിയുടെ വീട് തപ്പി തിരക്കി വീട്ടിൽ ചെന്നു. എന്താ വന്നേ? അമ്മച്ചി ആന എഴുന്നേക്കുക. അതിന് ഞങ്ങളുടെ യോഗം കഴിഞ്ഞില്ല, ഇവർ ആന എന്തിനാ അവിടെ ഇരിക്കുന്നത്? അമ്മച്ചി പറഞ്ഞിട്ടല്ലേ ഇരുന്നേ, അമ്മച്ചി പറയാതെ എഴുന്നേക്കുകയായിരുന്നു. അങ്ങനെ അറിയാവൂ, മേലാൽ ഞങ്ങളുടെ യോഗത്തിന് ശല്യം ഉണ്ടാക്കിയേക്കരുത്, പൊക്കോളാൻ പറഞ്ഞു. അവർ ചെന്നപ്പോൾ ആന എഴുന്നേറ്റ് നിൽക്കുക. പോയി. പറയാൻ അധികാരമുണ്ടോ? പറയാൻ അധികാരം ഏറ്റെടുക്കാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ പറഞ്ഞാൽ ചിലത് നടക്കുമെന്ന്. യെസ്, അത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ.